this class we have done the design of siphon aqueduct till design of canal trough. അതായത് സാധാ aqueductന്റെ എത്രത്തോളം ഡിസൈൻ siphon aqueductലും വരുന്നു അത്രയും നമ്മൾ ചെയ്തു. Now next is afflux and head loss through siphon barrel. Afflux and head loss through siphon barrel. നമ്മൾ സിമെന്റ് പ്ലാസ്റ്റർ ആണെന്ന് പറഞ്ഞ് അങ്ങ് എടുക്കുവാണ്. സിമെന്റ് പ്ലാസ്റ്റർ എന്ന് പറഞ്ഞ് എടുത്തിട്ട് we are assuming to be cement plaster. So A is equal to 0.00316 and B is equal to 0.030. സിമെന്റ് പ്ലാസ്റ്റർ എന്ന് പറഞ്ഞ് എടുത്ത് ചെയ്യുവാണ്. So A is 0.00316 and B is 0.030. ഇനി അൺഷേപ്ഡ് മൗത്ത് അത് നമ്മൾ അസ്യൂം ചെയ്യുവാണ്. അങ്ങനെയൊക്കെ സ്വന്തമായിട്ട് നമുക്ക് അസ്യൂം ചെയ്ത് ചെയ്യാം. അൺഷേപ്ഡ് മൗത്ത് ആകുമ്പോൾ F1 is equal to 0.505 and F2 will be equal to A into 1 plus B by R. That is 0.00316 into 1 plus 0.030 divided by R. ഈ സൈഫൺ ബാരൽ എന്ന് പറയുന്നത് ഡ്രെയിനേജിനുള്ളതാണ്. സൈഫൺ ബാരൽ എന്ന് പറയുന്നത് ഡ്രെയിനേജിനെയാണ് ഈ സൈഫൺ ബാരൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അക്വഡക്റ്റിനകത്തുള്ള ഡ്രെയിനേജിന്റെ പോർഷൻ ആണ് ഈ സൈഫൺ ബാരൽ. സോ ഡ്രെയിനേജിന്റെ ടോട്ടൽ വെറ്റഡ് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ എത്ര സ്പാൻ കൊടുത്തു? 11 സ്പാൻസ് കൊടുത്തു. ഡ്രെയിനേജിൽ 11 സ്പാൻസ് ഓഫ് 7 മീറ്റർ ഈച്ച് കൊടുത്തു. ഡ്രെയിനേജിന് 11 സ്പാൻസ് ഓഫ് 7 മീറ്റർ ഈച്ച് ആൻഡ് 2.5 മീറ്റർ ഹൈറ്റ് അതാണ് കൊടുത്തത്. സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡ്രെയിനേജ് എന്ന് പറയുന്നത് സൈഫൺ ബാരൽ ഒരു ക്ലോസ്ഡ് റെക്ടാങ്കുലർ പാസേജ് ആയിട്ടാണ് ഡ്രെയിനേജ് വരുന്നത്. 11 spans of 7 meter each and 2.5 meter height. So ഇതിന്റെ ടോട്ടൽ വെറ്റഡ് ഏരിയ എന്ന് പറയുന്നത് 11 into 7 into 2.5 11 into 7 into 2.5 divided by total vectored perimeter എന്ന് പറയുന്നത് 11 into 2 times 7 plus 2.5. അത് ക്ലോസ്ഡ് റെക്ടാങ്കുലർ പാസേജ് ആയതുകൊണ്ട് 2 times b plus y വരും. സാധാരണ ഓപ്പൺ റെക്ടാങ്കുലർ ചാനലിലാണ് വെറ്റഡ് പെരിമീറ്റർ b plus 2y വരുന്നത്. ഇത് ക്ലോസ്ഡ് റെക്ടാങ്കുലർ ചാനൽ ആയതുകൊണ്ട് 2b plus 2y എന്ന് വരും. ദാറ്റ് ഈസ് 2 into b plus y. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ r എന്ന് പറയുന്നത് നമ്മൾ ടോട്ടൽ 11 സ്പാൻസിന് എടുത്താലും ഒരു സ്പാനിന് എടുത്താലും ഈക്വൽ ആയിരിക്കും. ഈ r വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? r is equal to a by p. a is the wetted perimeter wetted area and p is the wetted perimeter. So നമ്മുടെ ഡ്രെയിനേജിന്റെ കേസിൽ we have divided drainage way into ഡ്രെയിനേജിലെ വാട്ടർ വേ നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു? into 11 spans of 7 meter wide and a height of 2.5 meter is provided for the siphon barrel. അപ്പോൾ നമ്മൾ ഒരു ബാരലിന്റെ വെറ്റഡ് ഏരിയ എന്ന് പറയുന്നത് 7 into 2.5 b into y. അപ്പോൾ നമ്മൾ ടോട്ടൽ എത്ര വരും? into number of spans, that is 11. അതുപോലെ ഒരു ബാരലിന്റെ വെറ്റഡ് പെരിമീറ്റർ എന്ന് പറയുന്നത് 2b plus 2y or 2 times b plus y. സൈഫൺ ബാരൽ എന്ന് പറയുമ്പോൾ ക്ലോസ്ഡ് റെക്ടാങ്കുലർ ചാനൽ ആയതുകൊണ്ട് ടോപ്പ് എടുത്തോടെ കൺസിഡർ ചെയ്യണം. ഒരെണ്ണത്തിന് 2 into 7 plus 2.5. അപ്പം ടോട്ടൽ എത്രയായിരിക്കും? 11 times. അപ്പോൾ നിങ്ങൾ r കണ്ടുപിടിക്കുമ്പോൾ ഒന്നെങ്കിൽ നമ്പർ ഓഫ് സ്പാൻസ് ഇൻറ്റു വെച്ച് ടോട്ടൽ എടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്പാനിനുള്ളത് ഡയമെൻഷൻ എടുത്ത് ചെയ്താൽ മതിയാവും. ക്ലിയർ?
സോ നമുക്ക് R is equal to A by B ഒറ്റ സ്പാനിന്റെ എടുത്ത് ചെയ്യാം. കാരണം ഇങ്ങനെയാണ് അതിന്റെ ആക്ച്വൽ കാൽക്കുലേഷൻ. ദാറ്റ് ഈസ് 7 into 2.5 divided by 2 into 7 into 2.5 7 into 2.5 divided by 2 times 7 plus 2.5. ഒരു സ്പാനിന്റെ എടുത്താലും ടോട്ടൽ 11 സ്പാനിന് എടുത്താലും വാല്യൂ സെയിം ആയിരിക്കും. കാൽക്കുലേഷൻ ഇങ്ങനെ വരും. സോ അത് എത്ര വരുമെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 3.26 into 10 raised to minus 19. Now Affleck head loss H is equal to 1 plus F1 plus F2L by R into V square by 2G. എത്ര വരും? 1 plus 0.505 plus 3.26 into 10 raised to minus 19 into L. ഇവിടെ നമുക്ക് ഡ്രെയിനേജിന്റെ ലെങ്ത് വേണം. ഈ ചെയ്യുന്നത് ഡ്രെയിനേജിനാണ്. സൈഫൺ ബാരൽ എന്ന് പറയുന്നത് ഡ്രെയിനേജ് പോർഷൻ ആണ്. സോ ഡ്രെയിനേജിന് ചെയ്യുന്നതുകൊണ്ട് ഡ്രെയിനേജിന്റെ ലെങ്ത് വേണം. ഡ്രെയിനേജിന്റെ ലെങ്ത് എന്ന് പറയുന്നത് കനാലിന്റെ വിട്ടായിരിക്കും. കനാലിന്റെ വിട്ട് എന്ന് പറയുന്നത് കനാലിന്റെ ഔട്ടർ ടു ഔട്ടർ വിട്ട് എടുക്കണം. ദാറ്റ് ഈസ് 11.1. ഒന്നും കൂടെ പറയാം. ഈ ചെയ്യുന്നത് നമ്മൾ ഡ്രെയിനേജിനാണ്. സോ ഡ്രെയിനേജിന്റെ ലെങ്ത് എടുക്കണം. സിൻസ് കനാൽ ആൻഡ് ഡ്രെയിനേജ് ആർ ഫ്ലോയിങ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ, one above the other, length of canal or length of drainage will be equal to the width of canal and vice versa. So here L represents the length of drainage. ഇവിടെ L എന്ന് പറയുന്നത് drainage ന്റെ length, which will be equal to width of canal, and there too you have to take the outer to outer width. അതായത് outer walls ഉം intermediate walls എല്ലാം കൂടെ ചേർത്തിട്ടുള്ള width. 10 meter എന്നുള്ള ഫ്ലൂമിന്റെ വിട്ട് എടുക്കരുത്, പകരം ഔട്ടർ ടു ഔട്ടർ എടുക്കണം. ദാറ്റ് ഈസ് 11.1 ഡിവൈഡഡ് ബൈ R ഇസ് ഇത് തന്നെ, സെയിം നമ്മൾ മുമ്പ് എഴുതിയ വാല്യൂ. 7 into 2.5 divided by 7 plus 2.5 into 2. അത് into ഡ്രെയിനേജിന്റെ വെലോസിറ്റി നമ്മൾ രണ്ടാമത് 2.5 ഹൈറ്റ് കൊടുത്തിട്ട് എത്ര ആക്ച്വൽ വെലോസിറ്റി വരുമെന്ന് കണ്ടുപിടിച്ചായിരുന്നു. ആ വാല്യൂ 2.08 സ്ക്വയർ ഇൻറ്റു 2 ഇൻറ്റു 9.81. സോ എത്ര വരും? 0.332 മീറ്റർ. ഒത്തിരി നമ്പേഴ്സ് ഉള്ളതുകൊണ്ട് കാൽക്കുലേഷൻ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. കറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്ററിലും കറക്റ്റായിട്ട് ചെയ്ത് നോക്കണം. സോ upstream HFL is equal to downstream HFL plus Affleck head loss H. That is 160.5 plus 0.332. 160.832 meter. This is the Affleck upstream HFL. This is the upstream HFL. I hope it is clear. വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളേ ഉള്ളൂ. ഫോർമുലയിലെ ടേംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്ന ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാം. Now next is uplift pressure on roof. Uplift pressure on റൂഫിൽ വരുന്ന uplift pressure എന്താണെന്ന് നോക്കാം. സോ അവിടെ first is entry loss, which is equal to 0.505 V square by 2G.
സൈഫൺ ബാരലിന്റെ റൂഫിൽ വരുന്ന അപ്ലിഫ്റ്റ് പ്രഷർ ആണ് കണ്ടുപിടിക്കുന്നത്. ഇനി നിങ്ങൾ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കണം, കനാൽ ഇസ് അബൌവ് ഡ്രെയിനേജ്. സോ ഈ ഡ്രെയിനേജിന്റെ റൂഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കനാലിന്റെ ട്രഫ് ആയിരിക്കും. ഡ്രെയിനേജിന്റെ റൂഫ് എന്ന് പറയുന്നത് ഡ്രെയിനേജിന്റെ മുകൾ ഭാഗം, ഡ്രെയിനേജിന്റെ റൂഫ് എന്ന് പറയുന്നത് കനാലിന്റെ ട്രഫ്, കനാലിന്റെ ബോട്ടം സ്ലാബ് ആയിരിക്കും. ബിക്കോസ് കനാലും ഡ്രെയിനേജും, കനാൽ ഇസ് അബൌവ് ഡ്രെയിനേജ്. സോ ഡ്രെയിനേജിന്റെ റൂഫ് എന്ന് പറയുന്നത് കനാലിന്റെ ട്രഫ് സ്ലാബ് ആണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ അപ്ലിഫ്റ്റ് പ്രഷർ ഓൺ റൂഫ് ചെയ്യുന്നത് ഡ്രെയിനേജിനാണ്. ഇതിനകത്ത് എക്സ്ട്രാ സ്റ്റെപ്സ് വരാൻ കാര്യം നമ്മൾ ഈ ഡ്രെയിനേജിനെ സൈഫോണിക് ആക്ഷൻ വഴിയാണ് ഡ്രെയിനേജിലെ വാട്ടർ ഫ്ലോ. സോ നമ്മൾ ഡ്രെയിനേജിനെ ബിലോ ബെഡ് ലെവൽ ഡിപ്രസ്ഡ് ഫ്ലോർ ഒക്കെ കൊടുത്ത് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഡ്രെയിനേജ് പോർഷനിലും ഇത്രയും കാൽക്കുലേഷൻസ് വരുന്നത്. അതേസമയം നേരത്തെ അക്വഡക്റ്റിലായിരുന്നെങ്കിലോ ഫ്രീ ഫ്ലോയിങ് അണ്ടർ ഗ്രാവിറ്റി ആയിരുന്നു ഡ്രെയിനേജ്. അതുകൊണ്ടാണ് കനാൽ റഫ് വരെ ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നു. സോ എൻട്രി ലോസസ് 0.505 v square by 2g, that is 0.505 into ഡ്രെയിനേജിന്റെ വെലോസിറ്റി 2.08 square by 2 into 9.81, 0.111 മീറ്റർ. എപ്പോഴും നിങ്ങൾ ഒരു 3 ഡെസിമൽ പ്ലേസ് വരെ കണ്ടുപിടിക്കണം. സോ RL of trough, ഈ ട്രഫ് എന്ന് പറയുന്നത് കനാലിന്റെ ട്രഫ് സ്ലാബ്, അതിനെയാണ് ഡ്രെയിനേജിന്റെ റൂഫ് സ്ലാബ് എന്ന് പറയുന്നത്. RL of trough is equal to RL of canal bed minus slab thickness. കനാൽ ബെഡിലെ വരുന്ന സ്ലാബിന്റെ തിക്നെസ് കുറയ്ക്കുമ്പോൾ അതിന്റെ അടിയിലുള്ള RL കിട്ടും. That is 160 minus 0.4, that is 159.6 meter. The uplift pressure at any point under the roof of culvert will be equal to the vertical coordinate between total energy line and underside of canal trough at that point. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, the uplift pressure at any point under the roof of culvert, സൈഫൺ ബാരൽ അല്ലെങ്കിൽ കൾവേർട്ടിന്റെ റൂഫിന്റെ അടിയിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിലെ അപ്ലിഫ്റ്റ് പ്രഷർ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദ vertical coordinate between total energy line and underside of canal trough at that point. Total energy line ആ പോയിന്റിൽ വരുന്ന കനാൽ ട്രഫിന്റെ താഴ്ഭാഗത്തെ അണ്ടർ സൈഡിലെ കനാൽ ട്രഫിന്റെ അണ്ടർ സൈഡിൽ വരുന്ന പോയിന്റും ടോട്ടൽ എനർജി ലൈനും തമ്മിലുള്ള വെർട്ടിക്കൽ കോർഡിനേറ്റ് എന്ന് പറയുന്നതായിരിക്കും uplift pressure. So maximum uplift pressure occurs at down upstream end, and uplift head on upstream end will be equal to upstream HFL minus entry loss minus RL of bottom trough slab. So നമ്മൾ ഇവിടെ മാക്സിമം അപ്ലിഫ്റ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. മാക്സിമം അപ്ലിഫ്റ്റ് അപ്സ്ട്രീം സൈഡിലായിരിക്കും. സോ അപ്ലിഫ്റ്റ് ഹെഡ് ഓൺ അപ്സ്ട്രീം സൈഡ് എത്രയാണെന്ന് നോക്കാം. uplift head on upstream side, കാരണം maximum uplift at upstream, upstreamലാണ് maximum uplift വരുന്നത്. so uplift head on upstream side എന്ന് പറയുന്നത് upstream HFL minus entry loss minus RL of bottom trough. Minus RL of bottom trough. എത്ര വരും? Upstream HFL. So slab thickness should be designed to withstand maximum uplift. So uplift head on upstream head is upstream HFL 160.832 minus 0.111 minus 159.6. അപ്പോൾ എത്ര വരും? 1.121 meter. 1.121 meter. So uplift on upstream end എന്ന് പറയുന്നത്
specific weight of water into uplift head. അതായത് 9.81 into 1.121. 10.997 kilonewton per meter square. Small w stands for specific weight of water, that is 9.81 kilonewton per meter cube. ഇനി roof slabന്റെ self weight നോക്കാം. Self weight of roof slab എത്ര വരും? ആ സ്ലാബിന്റെ തിക്നെസ് 0.4 into self weight of concrete is 2.4 into 9.81. 2.4 into 9.81, that is 9.418 kilonewton per meter square. അപ്പോൾ നെറ്റ് അപ്ലിഫ്റ്റ് എത്രയായിരിക്കും? നെറ്റ് അപ്ലിഫ്റ്റ് ഓൺ റൂഫ് is equal to 10.997 minus 9.418. 1.579 kilonewton per meter square. അതായത് ആക്ച്വലി അപ്ലിഫ്റ്റ് വരുന്നത് 10.997, പക്ഷെ റൂഫ് സ്ലാബിന്റെ വെയിറ്റ് അതിനെ കൗണ്ടറാക്ട് ചെയ്യും. സോ റൂഫ് സ്ലാബിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? thickness into self weight, that is 0.4 into 2.4 into 9.81. Concrete in the specific gravity ആണ് 2.4. So നമുക്ക് 9.48 എന്ന് കിട്ടും. ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് നെറ്റ് അപ്ലിഫ്റ്റ് കിട്ടുന്നത്. സോ എന്താണ്? അപ്പോൾ ഇത്രയും കിട്ടിയിട്ട് നിങ്ങൾ ഒരു ലൈൻ എഴുതണം. എന്താണ്? The uplift pressure should be resisted by bending action of rough slab, and for this suitable reinforcement should be provided at the top of slab. നമ്മൾ ഹൈഡ്രോളിക് ആസ്പെക്ട്സ് വെച്ചുള്ള ഡിസൈൻ മാത്രമേ ചെയ്യുന്നുള്ളൂ, സ്ട്രക്ചറൽ ഡിസൈൻ ചെയ്യാത്തതുകൊണ്ട് റീഇൻഫോഴ്സ്മെന്റിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയണ്ട. ഇത്രയും കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ ഒരു ലൈൻ എഴുതുക. This uplift pressure, അതായത് 1.579 kilonewton per meter square എന്നുള്ള this uplift pressure should be resisted by the bending action of the rough slab, and for this suitable reinforcement should be provided at the top of the slab. Suitable reinforcement should be provided at the top of the slab. അങ്ങനെ ഒരു ലൈനും കൂടെ ജസ്റ്റ് എഴുതി വെച്ചിരുന്നാൽ മതി. Okay. Now next is uplift pressure on bottom floor of siphon aqueduct. Uplift pressure on bottom floor of siphon aqueduct. Bottom floor ൽ വരുന്ന uplift pressure നോക്കാം. അതിലെ first one is due to water table. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. നമുക്ക് ബോട്ടം ഫ്ലോറിന്റെ RL കണ്ടുപിടിക്കാം. RL of bottom floor is equal to RL of bottom of rough slab, RL of bottom of rough slab minus height of barrel minus height of barrel minus slab thickness of bottom slab. അതായത് RL of bottom of rough slab എന്ന് പറയുന്നതാണ് റൂഫിന്റെ RL. റൂഫിന്റെ RL ൽ നിന്ന് അത് ഹൈറ്റ് ഓഫ് ബാരൽ കുറയ്ക്കണം. അതിൽ നിന്ന് പിന്നെ ബോട്ടം സ്ലാബിന്റെ തിക്നെസ് കൂടെ കുറയ്ക്കുമ്പോൾ ബോട്ടം ഫ്ലോറിന്റെ RL കിട്ടും. സോ അത് എത്ര വരും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ എത്ര വരും? 159.6 minus 2.5 minus 0.8. That is 156.3 meter. 159.6 minus 2.5 minus 0.8, that is 156.3 meter. ഇനി
ഇതിന്റെ uplift head എത്ര വരും? RL of drainage bed minus RL of bottom floor. RL of drainage bed minus RL of bottom floor. നമ്മൾ റൂഫിന് എടുത്തപ്പോൾ എങ്ങനെയാ ചെയ്തത്? അപ്സ്ട്രീം HFL മൈനസ് എൻട്രി ലോസ് മൈനസ് ബോട്ടം ഡ്രോപ്പ് എന്ന് എടുത്തു. ഇവിടെ ഡ്രെയിനേജ് ബെഡ് മൈനസ് RL ഓഫ് ഡ്രെയിനേജ് ബെഡ് മൈനസ് RL ഓഫ് ബോട്ടം ഫ്ലോർ എന്ന് എടുക്കാം. RL ഓഫ് ഡ്രെയിനേജ് ബെഡ് മൈനസ് RL ഓഫ് ബോട്ടം ഫ്ലോർ എന്ന് എടുക്കാം, which is equal to 158 minus 156.3. 158 minus 156.3, that is 1.7 meter. 1.7 meter. ഇനി നമുക്ക് ഡ്യൂ ടു സീപ്പേജ് കണ്ടുപിടിക്കണം. നെക്സ്റ്റ് is ഡ്യൂ ടു സീപ്പേജ്. സീപ്പേജ് ആണ് നമ്മൾ റൈസ് തിയറി വെച്ചുള്ള ഫോർമുലയൊക്കെ എടുത്ത് ചെയ്യുന്നത്. സോ ടോട്ടൽ സീപ്പേജ് ഹെഡ് is equal to canal FSL minus RL of downstream drainage bed. Canal FSL minus RL of downstream drainage bed. That is canal FSL എന്ന് പറയുന്നത് canal bed level plus depth of flow minus RL of drainage bed 158. എത്ര വരും? 3.5 meter. ടോട്ടൽ സീപ്പേജ് ഹെഡ് എന്ന് പറയുന്നത് canal FSL minus RL of downstream drainage bed. ഇനി നമുക്ക് AB BC ഒക്കെ കണ്ടുപിടിക്കണം. Next, AB is equal to length of transition plus half of wavelength. നേരത്തെ നമ്മൾ ഡിസൈൻ സ്റ്റെപ്സിലെ ഫിഗർ ഉണ്ട്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ട്രാൻസിഷൻ ലെങ്ത്തും ഹാഫ് ഓഫ് വേ ലെങ്ത്തും കൂടെ എടുക്കുമ്പോൾ AB ഡിസ്റ്റൻസ് കിട്ടും. ദാറ്റ് ഈസ് 10 പ്ലസ് ഹാഫ് ഇൻറ്റു 7. അപ്സ്ട്രീം ട്രാൻസിഷൻ എടുത്താൽ മതി. വാല്യൂ എത്ര വരും? 13.5 മീറ്റർ. Now we are assuming impervious floor length as 22 meter. ഇവിടെ നമ്മൾ impervious floor length 22 meter ആയിട്ട് അസ്യൂം ചെയ്യുന്നു. പക്ഷേ ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഒരു സ്റ്റെപ്പ് ഉണ്ട്, ലെങ്ത് ഓഫ് ഫ്ലോർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ലെങ്ത് ഓഫ് ഫ്ലോർ എന്നുള്ള സ്റ്റെപ്പ് ആദ്യം ചെയ്തിട്ട് അപ്ലിഫ്റ്റ് പ്രഷർ എല്ലാം കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഹിയർ വി ആർ ജസ്റ്റ് അസ്യൂമിങ് ലെങ്ത് ആസ് 22 meter. So BC will be equal to half into 22, that is 11 meter. So residual seepage head is equal to HB is equal to H minus H by AB plus BC into AB. H minus H by AB plus BC into AB. എത്ര വരും? 3.5. സീപ്പേജ് ഹെഡ് 3.5 ആയിരുന്നു. സോ ടോട്ടൽ സീപ്പേജ് ഹെഡ് 3.5 മൈനസ് 3.5 divided by 13.5 plus 11 into 13.5. That is 1.571 meter. So total uplift head എന്ന് പറയുന്നത് എത്രയായിരിക്കും?
ടോട്ടൽ അപ്ലിഫ്റ്റ് ഹെഡ് എന്ന് പറയുന്നത് നമ്മൾ ഡ്യൂ ടു വാട്ടർ ടേബിൾ കണ്ടുപിടിച്ച 1.7 പ്ലസ് ഈ വാല്യൂ 1.571, that is 3.271 meter. അപ്പൊ അപ്ലിഫ്റ്റ് പ്രഷർ എത്ര വരും? Uplift pressure is equal to W into H, that is 9.81 into 3.271, 32.088 kilonewton per meter square. നമ്മള് രണ്ട് പാർട്ടായിട്ടാണ് അപ്ലിഫ്റ്റ് ഹെഡ് കണ്ടുപിടിച്ചത്. ഒന്ന് ഡ്യൂ ടു സീപ്പേജ് ഹെഡും ഉണ്ട്, ഒന്ന് ഡ്യൂ ടു വാട്ടർ ടേബിളും ഉണ്ട്. സോ അതിന്റെ രണ്ടിന്റെയും ടോട്ടൽ ആയിരിക്കും ടോട്ടൽ അപ്ലിഫ്റ്റ് ഹെഡ്. അതിനെ വാട്ടറിന്റെ സെൽഫ് വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദി അപ്ലിഫ്റ്റ് പ്രഷർ. നൗ സെൽഫ് വെയിറ്റ് ഓഫ് ബോട്ടം ഫ്ലോർ സ്ലാബ് എത്രയായിരിക്കും? ബോട്ടം ഫ്ലോർ സ്ലാബിന്റെ തിക്നെസ് 0.8 into സെൽഫ് വെയിറ്റ് ഓഫ് കോൺക്രീറ്റ്, ദാറ്റ് is 2.4 into 9.81. ചില ടെക്സ്റ്റ് ബുക്സിലൊക്കെ ഇത് 24 ആയിട്ട് എടുക്കും, കാരണം ജി വാല്യൂ 10 എന്ന് എടുത്തിട്ട് റൗണ്ട് ഫിഗർ ആയിട്ട് എടുക്കാൻ വേണ്ടി 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതുണ്ട്. 18.835 kilonewton per meter square. So net uplift is equal to എത്രയായിരിക്കും? നെറ്റ് അപ്ലിഫ്റ്റ് എന്ന് പറയുന്നത് ആദ്യം കിട്ടിയ അപ്ലിഫ്റ്റിൽ നിന്നും സെൽഫ് വെയിറ്റ് കുറയ്ക്കണം. 32.088 minus 18.835 എത്ര വരും? 13.253 kilonewton per meter square. So net uplift is 13.253 kilonewton per meter square. ഇവിടെ നിങ്ങൾ നേരത്തെ എഴുതിയ പോലെ ഒരു ലൈൻ എഴുതണം. എന്താണ്? This uplift pressure should be resisted by the bending action and suitable reinforcement should be provided at the top of the floor to counteract bending action. നേരത്തെ എഴുതിയ പോലെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ എഴുതാം. So the next step is length of floor. ഈ സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ അപ്ലിഫ്റ്റ് പ്രഷർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, അതായത് തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പ് ഉണ്ടല്ലോ ഡ്യൂ ടു വാട്ടർ ടേബിളും സീപ്പേജും, അത് കണ്ടുപിടിക്കുന്നതിന് മുമ്പേ ലെങ്ത് ഓഫ് ഫ്ലോർ എന്നുള്ള സ്റ്റെപ്പ് ചെയ്യുവാണെങ്കിൽ ഈ ഇംപെർവിയസ് ഫ്ലോർ ലെങ്ത് അസ്യൂം ചെയ്യാതെ ഇതിൽ നിന്ന് കിട്ടുന്ന വാല്യൂ എടുക്കാം. സോ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ലെങ്ത് ഓഫ് ഫ്ലോർ. സോ ലെങ്ത് ഓഫ് ഫ്ലോർ അണ്ടർ ബാരൽ ഓർ കനാൽ ട്രഫ്. Length of floor, length of floor under canal trough or barrel എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ ഡ്രെയിനേജിന്റെ ഫ്ലോർ, ഡ്രെയിനേജിന്റെ താഴെ വരുന്ന ഈ ഫ്ലോർ ആണ് നമ്മൾ ലെങ്ത് ഓഫ് ഫ്ലോർ എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നത്. സോ കനാൽ ട്രഫിന്റെ അടിയിൽ എത്ര വരും? നമ്മൾ കനാലിന്റെ വിഡ്ത്ത് ഡ്രെയിനേജിന് ലെങ്ത് ആയിട്ട് വരും. സോ ഒരു പർട്ടിക്കുലർ ലെങ്ത് എന്ന് പറയുന്നത് കനാലിന്റെ വിഡ്ത്ത്, അത് ഔട്ടർ ടു ഔട്ടർ എടുക്കണം. ദാറ്റ് ഈസ് 11.1 മീറ്റർ. ഓക്കെ, നൗ നമ്മൾ we are assuming 0.9 meter pier projection on one side. ഒരു സൈഡിൽ, അതായത് ആ പിയറിന്റെ ആ ഒരു സി ഷേപ്പ് പ്രൊജക്ഷൻ നമ്മൾ വരയ്ക്കുമല്ലോ, അത് ഒരു സൈഡിലോട്ട് 0.9 മീറ്റർ ആണെന്ന് അസ്യൂം ചെയ്യും. സോ എക്സ്ട്രാ ഫ്ലോർ ടു accommodate piers on both sides. ഒരു സൈഡിലെ പ്രൊജക്ഷൻ 0.9 മീറ്റർ. അപ്പോൾ രണ്ട് സൈഡിലേക്ക് എത്ര വരും? 2 into 0.9, that is 1.8 മീറ്റർ. ഇനി നമ്മളൊരു
downstream ramp provide ചെയ്യും which joins the two bed level at a slope of 1:5. So horizontal length of downstream ramp joining the two bed levels at a slope of 1:5 is equal to x എന്ന് പറഞ്ഞ് എടുക്കുന്നു. അതായത് നമ്മൾ ഡ്രെയിനേജിന്റെ ഫ്ലോറിനെ ഡിപ്രസ് ചെയ്താണല്ലോ കൊടുക്കുന്നത്. ഡ്രെയിനേജ് ഫ്ലോറിനെ നമ്മൾ ഡിപ്രസ് ചെയ്യും. കനാലിന്റെ അടിയിൽ വന്ന് ഡ്രെയിനേജ് ഫ്ലോറിനെ നമ്മൾ എപ്പോഴും താഴെ വന്ന് ഡ്രെയിനേജ് ഫ്ലോറിനെ ഡിപ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബിലോ നോർമൽ ബെഡ് ലെവൽ വരും. അതുകൊണ്ട് ആ ഡിപ്രസ്ഡ് ഫ്ലോറിനെ നോർമൽ ബെഡ് ലെവലിനെയും കൂടെ ജോയിൻ ചെയ്യുന്നത് ഒരു റാമ്പ് ഉപയോഗിച്ചാണ്. റാമ്പിന് പ്രൊവൈഡ് ചെയ്യുന്ന സ്ലോപ്പ് എന്ന് പറയുന്നത് 1:5. ആ റാമ്പിന്റെ ഹൊറിസോണ്ടൽ ലെങ്ത് x ആണെന്ന് ഇരിക്കട്ടെ. നൗ RL ഓഫ് ബോട്ടം സ്ലാബ് എന്ന് പറയുന്നത് ബോട്ടം സ്ലാബിന്റെ ടോപ്പ് എടുത്താൽ മതി. ദാറ്റ് ഈസ് റൂഫ് സ്ലാബിന്റെ 159.6 മൈനസ് 2.5. അവിടെ തിക്നെസ് കുറയ്ക്കേണ്ട. ആ ബോട്ടം സ്ലാബിന്റെ മേൽഭാഗത്തുള്ള RL അങ്ങോട്ടായിരിക്കും റാമ്പ് വന്ന് ജോയിൻ ചെയ്തത്. 157.1 മീറ്റർ 157.1 മീറ്റർ. അതായത് ഡ്രെയിനേജിന്റെ ബോട്ടം സ്ലാബിന്റെ മേൽഭാഗത്തുള്ള RL, ആ തിക്നെസ് കുറയ്ക്കാതെ വരുന്ന RL. സോ ആ അവിടോട്ടായിരിക്കും ഈ റാമ്പ് വന്ന് ജോയിൻ ചെയ്യുന്നത്. സോ ഡ്രെയിനേജിന്റെ ബെഡ് ലെവൽ 158. സോ ഈ റാമ്പിന്റെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കാം. റാമ്പിന്റെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡ്രെയിനേജ് ബെഡ് ലെവൽ മൈനസ് RL ഓഫ് ബോട്ടം സ്ലാബ്. That is 0.9 meter. 1:5 സ്ലോപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഹൊറിസോണ്ടൽ ലെങ്ത് x എന്ന് പറയുന്നത് 0.9 into 5, that is 4.5 meter. ആക്ച്വൽ ബെഡ് ലെവലും ഡിപ്രസ്ഡ് ഫ്ലോർ ലെവലും തമ്മിലുള്ള ആ ഒരു ലെവൽ ഡിഫറൻസിനെ റാമ്പ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുന്നു. സോ ആ റാമ്പിന്റെ എടുക്കുന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഹൊറിസോണ്ടൽ ലെങ്ത് ഓഫ് ഫ്ലോറിൽ കാൽക്കുലേറ്റ് ചെയ്ത് വരും. അതാണ് നമുക്ക് വേണ്ട വാല്യൂ. x equal to 4.5. Now next is width of downstream cut off beyond ramp. നമ്മൾ ഡൗൺ സ്ട്രീമിൽ കട്ട് ഓഫ് കൊടുക്കും. അതിന്റെ വിഡ്ത്ത് ബിയോണ്ട് ഈ റാമ്പ് എത്രയായിരിക്കും? അത് നമുക്കൊരു 0.5 മീറ്റർ കൊടുക്കാം. 0.5 മീറ്റർ കൊടുക്കാം. ഇനി ഫിഫ്ത്ത് വൺ, ലെങ്ത് ഓഫ് എക്സ്ട്രാ ഫ്ലോർ on the upstream side of pier. Length of extra floor on the upstream side of pier. ഇനി നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതുവരെ കണ്ടുപിടിച്ച ലെങ്ത് ഓഫ് ഫ്ലോർ എല്ലാം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, സം എടുത്ത് നോക്കുക. ഇതുവരെ നിങ്ങൾ കണ്ടുപിടിച്ചത് എത്ര ഉണ്ടായിരുന്നു എന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. ദാറ്റ് ഈസ് ഇപ്പൊ നമുക്ക് എത്ര ലെങ്ത് ഓഫ് ഫ്ലോർ ഉണ്ട്? ഇതുവരെ നമ്മൾ എത്ര കൊടുത്തു? 11.1 പ്ലസ് 1.8 പ്ലസ് 4.5 പ്ലസ് 0.5 എത്ര വന്നു? 17.9 എന്ന് വന്നു. ഇതുവരെ നമ്മൾ ഈ 0.5 കൂടെ ചേർത്ത് ഇപ്പൊ എത്ര ഫ്ലോർ ലെങ്ത് വന്നിട്ടുണ്ട്? 11.1 പ്ലസ് 1.8 പ്ലസ് 4.5 പ്ലസ് 0.5 അത്രയും നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. That is 17.9. നമ്മൾ തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ we assumed impervious floor length to be 22. So 22 വരണമെന്നുണ്ടെങ്കിൽ മൊത്തം ഇനി എത്രയും കൂടെ വരണം? 22 minus 17.9, that is 4.1 meter. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ
ഇവിടെ വരെ ആസ് പെർ കാൽക്കുലേഷൻ കൊടുത്തിട്ട് ഒരു റൗണ്ട് ഫിഗറിൽ ഒരു റൗണ്ട് ഫിഗറിൽ ഫ്ലോർ ലെങ്ത് വരാൻ വേണ്ടി കുറച്ച് എക്സ്ട്രാ ഫ്ലോർ ലെങ്ത് അപ്സ്ട്രീം സൈഡ് ഓഫ് പിയറിൽ അങ്ങ് കൊടുക്കുക. അപ്പൊ നിങ്ങൾ ചെയ്യും എക്സാമിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ലെങ്ത് ഓഫ് ഫ്ലോർ എന്നുള്ള സ്റ്റെപ്പ് ചെയ്തതിന് ശേഷം അപ്ലിഫ്റ്റ് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ നമ്മൾ ആദ്യമേ 22 എന്ന് അസ്യൂം ചെയ്തു. ഇവിടെ വരെ നമുക്ക് 17.9 കിട്ടിയോണ്ട് 22 ആക്കാൻ വേണ്ടി 4.1 കൊടുത്തു. അതിന് പകരം നിങ്ങൾ അതുവരെയുള്ള ആഡ് ചെയ്തിട്ട് കുറച്ച് എക്സ്ട്രാ അങ്ങോട്ട് അപ്സ്ട്രീം സൈഡിലോട്ട് പ്രൊവൈഡ് ചെയ്ത് ഒരു റൗണ്ട് ഫിഗർ ആയിട്ട് ലെങ്ത് ഓഫ് ഫ്ലോർ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ടോട്ടൽ ലെങ്ത് ഓഫ് ഫ്ലോർ എത്ര വരും? is equal to 11.1 plus 1.8 plus 4.5 plus 0.5 plus 4.1. That is 22 meter. അതാണ് total length of floor. Now moving on to the last step, design of cut-off and protection works. Design of cut-off and protection works. Design of cut-off and protection works. Design of cut-off and protection work. അപ്പോൾ സ്കൗർ ഡെപ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? സ്കൗർ ഡെപ്ത് കണ്ടുപിടിക്കാൻ നമ്മൾ ഡിസൈൻ സ്റ്റെപ്സിൽ തന്നെ ഫോർമുല പറഞ്ഞു. R is equal to 0.47 Q by F raised to 1 by 3. R is equal to 0.47 Q by F raised to 1 by 3. That is F value filter factor 1 ആയിട്ട് എടുക്കാം. 0.47 into Q എന്ന് പറയുന്നത് ഡ്രെയിനേജിന്റെ ഡിസ്ചാർജ് 400 by 1 the whole raised to 1 by 3. 0.47 into 400 by 1 the whole raised to 1 by 3. എത്ര വരും? 3.463 meter. സ്കൗർ ഡെപ്ത് 6 ആണെങ്കിൽ ഡെപ്ത് ഓഫ് കട്ട് ഓഫ് അതിന്റെ 1.5 ടൈംസ് ആയിരിക്കും. Depth of cut off is equal to 1.5 R. That is 1.5 into 3.463. 5.194 meter. 5.194 meter. Then RL of bottom of downstream cutoff. Downstream cutoff in the bottom in the reduced level എത്രയായിരിക്കും? Downstream HFL minus 1.5 R. That is 160.5 minus 5.194. That is 155.306 meter. Now RL of bottom of upstream cutoff. അതെത്ര വരും? upstream HFL minus 1.5 R. നമ്മൾ അഫ്ലക്സ് ഹെഡ് ലോസും കൂടെ ആഡ് ചെയ്ത് upstream HFL കണ്ടുപിടിച്ചായിരുന്നു. ആ വാല്യൂ വേണം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. That is 160.832 minus 5.194. എത്ര വരുന്നു? 155.638 meter. Then length എത്ര വരും അപ്പം? Length is equal to 2.5 times RL of bed minus RL of
bottom of cutoff-ന്റെ length. RL of bed minus RL of bottom of cutoff into 2.5. അപ്പോൾ അത് ഡൗൺ സ്ട്രീമിലും അപ്പ് സ്ട്രീമിലും വ്യത്യാസമുണ്ട്. ഡൗൺ സ്ട്രീമിലെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2.5 into 158 minus 155.306. That is 6.735 meter. അതുപോലെ upstream length എന്ന് പറയുന്നത് 2.5 into 158 minus 155.638. That is 5.905 meter. 5.905 meter. So ഇത്രയും കാൽക്കുലേഷൻ. ഇനി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന എഴുതുക. 0.4 meter 0.4 meter thick brick pitching. നമ്മൾ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു എഴുതണം. 0.4 meter thick brick pitching. പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ toe wall of 0.4 meter wide, then 0.5 meter 4 meter wide and 1.5 meter deep at downstream end, then 0.4 meter thick brick pitching at upstream, and അവിടുത്തെ toe hole എന്ന് പറയുന്നത് 0.4 meter wide and 1 meter deep. So നിങ്ങൾ ലാസ്റ്റ് ഇതും കൂടെ എഴുതണം. A 0.4 meter thick brick pitching supported by a toe hole of 0.4 meter wide and 1.5 meter deep is provided at the downstream end. A 0.4 meter thick brick pitching on the upstream with a toe hole of 0.4 meter thick and 1 meter deep is provided. So ഇത്രയുമാണ് ഡിസൈൻ ഓഫ് സൈഫൺ അക്വിഡക്റ്റ്. ആദ്യം നമ്മൾ അക്വിഡക്റ്റ് ചെയ്ത പോലെ എല്ലാം ചെയ്യാം, പ്ലസ് ഡ്രെയിനേജിൽ വരുന്ന കുറച്ച് എക്സ്ട്രാ സ്റ്റെപ്സും കൂടെ. താങ്ക് യു.